ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിന്റെ അച്ഛനും ഞാനും കൂടി ഒരുമിച്ച് ബിസിനസ് നടത്തിയ ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് ഈ യോഗന്നാൻ വെറും കയ്യാളാ. നിന്റെ അച്ഛന്റെ ഏറാം മൂളി. അവിടുന്ന് കൊണ്ടും കൊടുത്തും കൊലവിളിച്ചും തന്നെയാടാ ഈ പ്ലാമൂട്ടിൽ കുടുംബത്തിന്റെ അടിത്തറ ഇട്ടത് മാത്രമല്ല, നല്ലൊരു കുടുംബ പാരമ്പര്യം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു. അതൊരു സുപ്രഭാതത്തിൽ കള്ളും കുടിച്ച് ജയിൽവാസമായിട്ടൊക്കെ നടക്കുന്നവൻ വന്ന് ഇല്ലാതാക്കാൻ നോക്കിയാലേ, പണ്ട് നിന്റെ അച്ഛന് വെച്ചൊരു ഉണ്ട ഇപ്പോഴും ബാക്കിയാക്കി ഒരു നിധി പോലെ ഞാൻ എന്റെ തോക്കും കുടലിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് ഞാനെടുത്ത് നിന്റെ നെഞ്ചാമൂടി നോക്കി വെക്കും. അതിന് നീ ഇടവരുത്തരുത് കേട്ടോ. താൻ ആരാടോ? ഹിന്ദി സിനിമയിലെ അമരീഷ് പുരിയോ? എന്റെ അച്ഛന് വെച്ച ഉണ്ട ബാക്കിയാക്കി താൻ തോക്കിൻ കുഴലിൽ നിധി പോലെ സൂക്ഷിക്കുന്നുണ്ടല്ലോ. അങ്ങനെ സൂക്ഷിച്ചു വെക്കാനേ തന്നെ പോലുള്ളമാർക്ക് പറ്റൂ. കാരണം വെടിവെക്കണമെങ്കിലേ ഉന്നം വേണം. ശത്രുവിന്റെ മർമ്മം നോക്കി നിറയൊഴിക്കാനുള്ള കരുത്ത് കൈക്കും മനസ്സിനും വേണം. തനിക്കും തന്റെ മോനും അങ്ങനെ ഒന്നില്ല. അവളെ താനിപ്പോ ഈ വാശികരന്റെ തല്ലുതല്ലുമായിരിക്കും. പക്ഷേ അവളുടെ മനസ്സ് എന്നിൽ നിന്നും അടർത്തി മാറ്റാൻ തനിക്കും തന്റെ മോനും കഴിയില്ല. കാരണം അവൾ എന്റെ പെണ്ണ, എന്നെ മാത്രം സ്നേഹിക്കുന്ന എന്റെ പെണ്ണ്. എടാ, എന്റെ കുടുംബത്തിന്റെ സ്വസ്ഥത നശിപ്പിക്കാനാണ് നിന്റെ ഉദ്ദേശമെന്ന് എനിക്ക് മനസ്സിലായി. നിന്റെ അച്ഛൻ മഹേന്ദ്രൻ അവൻ പറഞ്ഞു തന്ന മാർഗം ഇതായിരിക്കും. പക്ഷേ ഈ യോഗന്നാനോട് കളിക്കുമ്പോ നീയും നിന്റെ തന്തയും ഒന്ന് ചിന്തിക്കണം. കുടുംബം കത്തിച്ചു കളയോടാ ഞാൻ. നമുക്ക് കാണാം ആരൊക്കെ കത്തി ചാമ്പലാകാൻ പോകുന്നതെന്ന്. നിങ്ങൾ അപ്പനും മോനും നിങ്ങളുടെ വഴി നോക്കിക്കോ, ഞാൻ എന്റെ വഴി നോക്കിക്കോളാം. നോക്കുമ്പോ സ്വന്തം മോളെയും ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ഇല്ലെങ്കിൽ അവൾ എപ്പം മാണിക്കോത്ത മരുമകളായി മാറിയെന്ന് നോക്കിയാ മതി. വെച്ചിട്ട് പോടോ അമരീഷ് പുരി. ചതിക്കാനാണ് ഉദ്ദേശമെങ്കിൽ രണ്ടിന്റെ ശവ ഒഴുകി നടക്കും, പുഴയിലോ കടലിലോ. ഇങ്ങനെ ഒരു മകൾ ഞങ്ങൾക്ക് ജനിച്ചിട്ടില്ലെന്ന് മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ചെയ്യും. മനസ്സിലായോ? മനസ്സിലായോന്ന്?